ഡിയർ റൂബി ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ റൂബിയോസ് ഇ കൊമേഴ്സ് ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ എങ്ങനെയാണ് ഒരു ID ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു രജിസ്ട്രേഷൻ നടത്തുന്നത് വളരെ സിമ്പിളായിട്ട് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മളുടെ ഒരു സുഹൃത്ത് വഴി നമുക്കൊരു റെഫറൽ ലിങ്ക്, റൂബിയോസിൻ്റെ റെഫറൽ ലിങ്ക് യൂസർ കോഡ് കിട്ടുന്നു. ആ റെഫറൽ ലിങ്ക് ഈ രീതിയിൽ നമുക്ക് ഒന്നുകിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് എന്നുള്ള രീതിയിലാണ് കിട്ടുക. ഇപ്പോൾ നമ്മളിവിടെ ലെഫ്റ്റ് റെഫറൽ ലിങ്കാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടുന്നു. ഇവിടെ നമ്മളെ പേരടിക്കുന്നു, ജമീർ അലി. ഫോൺ നമ്പർ, ഒരു രജിസ്ട്രേഷനിൽ ഒരു ഫോൺ നമ്പറേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഫോൺ നമ്പർ ഒരെണ്ണേ പറ്റുള്ളൂ. ബാക്കി പേര്, ഇമെയിൽ ID കാര്യങ്ങളൊക്കെ എത്ര പ്രാവശ്യം അടിച്ചാലും കുഴപ്പമില്ല. പിന്നെ ക്രിയേറ്റ് മെമ്പർ അടിക്കുന്നു. ഓക്കെ, വൺ മോർ നമ്പർ. ഓക്കെ, അവിടെ നമുക്കിങ്ങനെ ഒരു പാസ്വേഡ്, യൂസർ നെയിം വന്നിട്ടുണ്ട്. അത് നമ്മളൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് എടുത്തു വെക്കണം, സൂക്ഷിച്ച് വെക്കണം. അതിൽ യൂസർ കോഡും പാസ്വേഡും ഒരു ഡയറിയിൽ എഴുതി സൂക്ഷിച്ച് വെക്കണം. ഇനി അഥവാ പാസ്വേഡ് നഷ്ടപ്പെടുകയാണെങ്കിൽ നിലവിൽ കമ്പനി ഒഫീഷ്യൽ നമ്പർ, കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിച്ചിട്ട് യൂസർ കോഡ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനി പാസ്വേഡ് ചേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഇതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ അടിക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടുന്നുണ്ട്. നമ്മൾ ആക്ച്വലി പർച്ചേസ് ചെയ്യാൻ പോകുന്നത് 200 രൂപയുടെ റൂബി ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡാണ്. 3 വർഷത്തെ വാലിഡിറ്റിയിൽ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡാണ് പർച്ചേസ് ചെയ്യുന്നത്. അത് നമ്മളവിടെ മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് എന്നുള്ള ബട്ടൺ അമർത്തി ട്രാൻസാക്ഷൻ ID ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ആക്ച്വലി കമ്പനിയുടെ ഗൂഗിൾ പേ, ഫോൺ പേ ഇങ്ങനെയുള്ള സംവിധാനം ഉപയോഗിച്ചിട്ട് 200 രൂപ അടച്ചതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടിൽ ഒരു ട്രാൻസാക്ഷൻ ID ഉണ്ടാവും. അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 1 2 3 4 5 6 ഈ രീതിയിൽ നമ്മൾ ചെയ്യുക. അത് എത്രയാണോയെന്ന് വിചാരിച്ചാൽ അതാണ്, ആ ട്രാൻസാക്ഷൻ ID ആണ് അടിക്കേണ്ടത്. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ID ട്രാൻസാക്ഷൻ പർച്ചേസിങ് നടത്തണം, ഒരു ID കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഡാഷ്ബോർഡിലേക്കാണ് വരുന്നത്. അത് കമ്പനിയുടെ റൈറ്റ് ലിങ്ക് വാട്സപ്പിലേക്ക് നമുക്ക് അയക്കാൻ കഴിയും. മറ്റുള്ളവരുടെ വാട്സപ്പിലേക്ക് നമുക്ക് സെലക്ട് ചെയ്ത് അയക്കാൻ കഴിയും. കണ്ടില്ലേ, ഈ രീതിയിൽ. ഇനി ബാക്കോട്ടേക്ക് പോയി ലെഫ്റ്റ് എടുത്തു, നേരത്തെ ചെയ്തതുപോലെ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗൈസ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിയുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ ആരാണോ റെഫർ ചെയ്തത് ആളുകളുമായിട്ട് ബന്ധപ്പെടുക. സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാവുക. കൂടുതൽ സംശയങ്ങൾ വരുമ്പോൾ വിശ്വാസം ഉറപ്പാവും, കമ്പനിയിൽ വിശ്വാസം വരും, നമുക്ക് ഒരുമിച്ച് വിജയിക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു, നന്ദി, നമസ്കാരം.